ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു വെയിറ്റ് ലോസ് ജേണിയിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ലഞ്ചിനായിട്ടും എല്ലാവർക്കും വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതിൻ്റെ കൂടെ വർക്കൗട്ടും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്യാൻ വേണം. നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, കുറച്ച് പട്ടാണി കടലയും അതേപോലെ തന്നെ ക്യാരറ്റും. ഞാനിതിൽ ക്യാരറ്റ് എടുക്കുന്നത്, നിങ്ങൾക്ക് ബീട്രൂട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ ചോറ്, പുഴുക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ പച്ചക്കറിയും അതേപോലെ തന്നെ ഈ ചിക്കൻ, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെന്തൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പട്ടാണി കടലയും അതേപോലെ തന്നെ ഈ ക്യാരറ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചപ്പാത്തിക്കുള്ള സാധനങ്ങൾ കുഴക്കാം. ചപ്പാത്തിക്ക് ഞാനിവിടെ ഗോതമ്പിൻ്റെ ചപ്പാത്തി അല്ല എടുക്കുന്നത്, ഓട്സിൻ്റെ ചപ്പാത്തിയാണ്. അപ്പോൾ ഓട്സ് പൊടിക്കാതെ എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യും, അങ്ങ് വിണ്ട് അങ്ങനെ എന്താ നിങ്ങൾ വിണ്ടെന്ന് പറയാൻ തോന്നും, ഇങ്ങനെ വിണ്ട് കീറിയത് പോലെ വന്നിട്ട് അതങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കണം, കുറച്ച് അല്പം മാത്രം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കും. ഞാനിവിടെ ഒരു 5 ചപ്പാത്തിക്കുള്ള കൂട്ടാണ് തയ്യാറാക്കുന്നത്. 2 ഞാൻ കഴിക്കുള്ളൂ, ബാക്കി 3 ഇവിടെയുള്ള എൻ്റെ അനിയനാണ് കഴിക്കുന്നത്. വെയിറ്റ് കുറച്ചിട്ട് 5 തിന്നുകയാണെങ്കിൽ പിന്നെ എന്ത് വെയിറ്റ് കുറക്കലാമെന്ന് ചോദിക്കും, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അത് പൊട്ടിച്ച ശേഷം വലിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും മുറിച്ചു അതെല്ലാം നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി കടലേൻ്റെ കൂട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയുടെ കൂട്ട് തയ്യാറാക്കാം. ചപ്പാത്തി നന്നായി പരത്തി, ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ, നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കല്ലിലിട്ട് ചുട്ടിടാം. എന്നിട്ട് നമ്മുടെ കറി ഇവിടെ പകുതിയായിട്ടുണ്ട്. ആ കറിയുടെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഞാൻ വേറൊരു മസാലക്കൂട്ടും ചേർക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു മുട്ട നമ്മുടെ പ്രോട്ടീനായിട്ടുള്ള ഒരു മുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് പറയാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒരു ഫ്രൈ ആവുന്ന രീതിക്ക് വെളിച്ചെണ്ണ പരമാവധി കുറക്കണം കേട്ടോ. എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ വെളിച്ചെണ്ണ, കാർബോഹൈഡ്രേറ്റ് അങ്ങനെ പല സാധനങ്ങളും കുറക്കണം, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനിവിടെ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നത് അത് മാത്രം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇപ്പം നമ്മുടെ എന്തായിട്ടുണ്ട്, നമ്മുടെ പട്ടാണി കറിയും ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ചപ്പാത്തിയും അതുപോലെ തന്നെ കറിയും നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.